കോഴിക്കോട് കോർപ്പറേഷനിലെ ചാലപ്പുറം ഡിവിഷനിൽ സ്വതന്ത്രനായി മത്സരിച്ച് 484 വോട്ട് നേടിയ അയ്യൂബ് ചാലപ്പുറമാണ് നമ്മോടൊപ്പം ചേരുന്നത്. അപ്പോൾ ആ മത്സരത്തിൽ BJP ആണ് വിജയിച്ചിട്ടുള്ളത്. ആ സ്ഥലത്ത് എങ്ങനെയാണ് നോക്കി കാണുന്നത്? BJPക്ക് കാലങ്ങളായിട്ട് ഇപ്പോൾ 3 ഇലക്ഷൻ 2 ഇലക്ഷൻ ഞാൻ കൺട്രോൾ ചെയ്തതാണ്. PM നിയാസ് മത്സരിക്കുമ്പോഴും ഉഷാദേവി ടീച്ചർ മത്സരിക്കുമ്പോഴും ഞാനായിരുന്നു അതിൻ്റെ കൺവീനർ, ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ. കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ടും 3 പ്രാവശ്യമായിട്ടും ഒരു പ്രാവശ്യം 720 വോട്ടാണ് BJPക്ക് ചാലപ്പുറത്ത് ഈ ഭാഗങ്ങളിൽ കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 714 വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്രാവശ്യം 732 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അതിനർത്ഥം BJPക്ക് വളർച്ചയില്ല, അവിടെ ചാലപ്പുറത്ത് വളർച്ചയില്ല. അവർ പാരമ്പര്യമായി കിട്ടുന്ന വോട്ട് മാത്രമേ എപ്പോഴും കിട്ടിയിട്ടുള്ളൂ. പക്ഷേ BJPക്ക് സീറ്റ് കിട്ടിയത് താങ്കൾ ഔദ്യോഗിക സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ വോട്ട് പിടിച്ചോ? ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ കൂടുതൽ പിടിച്ചിട്ടില്ലെങ്കിലും കൂടി അതിനൊരു കിട പിടിക്കുന്ന രീതിയിൽ 484 വോട്ട് പിടിച്ചു. അത് എൻ്റെ വ്യക്തിപരമായ ഇതല്ലേ. കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, അജണ്ട ഉണ്ട്. ചാലപ്പുറത്ത് ഒരു വിഭാഗം ജനങ്ങൾ മത്സരിച്ചാൽ മാത്രമേ ജയിക്കുള്ളൂ, എൻ്റെ വിഭാഗക്കാർ മത്സരിച്ചാൽ കിട്ടില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ട്. അതൊന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ പ്രാവശ്യം മത്സരിച്ചത്. അതായത് താങ്കൾ കോൺഗ്രസ്സിൽ വലിയ പാരമ്പര്യമുള്ള ആളാണ്, അവിടെ ചാലപ്പുറം മണ്ഡലം പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആളാണ്. അപ്പോൾ കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നു കോൺഗ്രസും LDFും തമ്മിലുണ്ടായിരുന്നത്, UDFും LDFും തമ്മിൽ. അതിൽ BJP ആണെങ്കിൽ കഴിഞ്ഞ 7 സീറ്റിൽ നിന്ന് 14 സീറ്റോളമായിട്ട് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ BJPക്ക് ഒരു സീറ്റ് വർദ്ധിക്കുന്നതിൽ കാരണക്കാരനായി എന്നതിൽ അങ്ങനെ ഒരു പ്രയാസമൊന്നും തോന്നുന്നില്ല. ഇല്ല, 82 തൊട്ടിട്ട് ഞാൻ KSUവിലൂടെ ഈ രാഷ്ട്രീയത്തിൽ വന്ന ആളാണ്. ഞാൻ എവിടെയും ഒരാളോടും എനിക്ക് ഇന്ന സ്ഥാനം കിട്ടണം, എന്നത് കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ ചെന്നിട്ടില്ല. ഇപ്പോഴും എനിക്ക് സീറ്റ് കിട്ടണം എന്നല്ല ഞാൻ പറഞ്ഞത്. പാരമ്പര്യമായിട്ട് കോൺഗ്രസ് ജയിച്ച് വരുന്ന സീറ്റ്, ഇപ്പോഴും കൈവശമുണ്ടായിരുന്ന സീറ്റ് ഒരു ഘടകകക്ഷിക്ക് ഒരു പോസ്റ്റ് അടിക്കാൻ പോലും ഇല്ലാത്ത ഘടകകക്ഷിക്ക് വിറ്റതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഞാൻ CMPക്ക് സീറ്റ് കൈമാറി. അതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഞാനും എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരും കൂടി പാർട്ടി വിട്ട് വന്നത്. നമ്മൾ മുൻകൂർ രാജി കൊടുത്തിട്ടാണ് പറഞ്ഞത്, ഇങ്ങനെ എന്തുണ്ടെങ്കിൽ ഞങ്ങൾ പ്രവർത്തിക്കില്ല. കാലങ്ങളായിട്ട് അത് കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ മാത്രമേ നമ്മൾ സഹകരിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ അവിടെ സ്ഥിരമായിട്ട് കോൺഗ്രസ് വിജയിക്കുകയും കോൺഗ്രസ് വിജയിക്കുകയും ചെയ്യുന്ന സ്ഥലം, അവിടെ എന്തുകൊണ്ടായിരിക്കും ഇപ്രാവശ്യം ഘടകകക്ഷി CMPക്ക് കൊടുക്കാൻ കാരണമായത്? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പ്രത്യേക സമുദായം മത്സരിച്ചപ്പം കോൺഗ്രസ്സിലിപ്പം അവിടെയുള്ള ഒരു പ്രമുഖനല്ല, ഒരു പാരമ്പര്യമുള്ള ആൾ ഞാനാണ്. ഞാൻ എൻ്റെ സമുദായത്തിന് കിട്ടിയാൽ അത് ജയിക്കില്ല. അപ്പം മറ്റൊരു സമുദായം, അപ്പം അതിന് പറ്റിയൊരു ആപ്റ്റായ ഒരു പ്രവർത്തകൻ വേറെ അവിടെ ഇല്ലാത്തത് കൊണ്ടും ഈ ജില്ലാ പ്രസിഡന്റിൻ്റെ പണക്കൊതി കൊണ്ടും ഈ സീറ്റ് മറ്റൊരു ഘടകകക്ഷിക്ക് കിട്ടി. അവരെന്നെ ആളെ തപ്പി നടന്നിട്ട് ഒരാളെ കിട്ടിയതാണ്. അവന് റെസിഡൻസ് അസോസിയേഷനിൽ പ്രവർത്തിച്ചു എന്നല്ലാതെ ഞാനടക്കം അതേ റെസിഡൻസ് അസോസിയേഷൻ അതേ പാരമ്പര്യമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ആളാണ്. 10-20 കൊല്ലമായിട്ട് ആ ഒരു പാരമ്പര്യം മാത്രമേ അവനുള്ളൂ. ഞാൻ ജയിലിൽ കിടന്നിട്ടും പാർട്ടിക്ക് വേണ്ടി തല്ലുകൊണ്ടിട്ടും ഒക്കെ പാരമ്പര്യമുള്ള ആളാണ്. അപ്പം എനിക്ക് വേറെ കട്ടിട്ടൊന്നുമല്ല ജയിലിൽ കിടന്നത്, പാർട്ടിക്ക് വേണ്ടി ജയിലിൽ കിടന്ന ആളാണ്. അപ്പോൾ ഏതായാലും താങ്കൾ അങ്ങനെ മത്സരിച്ച് അവിടുത്തെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ചെയ്തു. ഇനി കോൺഗ്രസിലേക്ക് ഒരു തിരിച്ചുപോക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇതേപോലത്തെ ജില്ലാ പ്രസിഡന്റുമാരുടെ കൂട്ടത്തിലൊന്നും എനിക്ക് ഇനി പ്രവർത്തിക്കാനുള്ള യാതൊരു താല്പര്യമില്ല. എന്താണ് രാഷ്ട്രീയ ഭാവിയെ കുറിച്ച്? രാഷ്ട്രീയ ഭാവി പറഞ്ഞാൽ ഞാൻ പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയമല്ലല്ലോ. എനിക്ക് അതിനെക്കാളും വലുത് പൊതുപ്രവർത്തകൻ, ജനങ്ങളുമായിട്ട് ഇടപഴകി ജീവിക്കുന്ന ഒരാളാണ്. ജനസേവനം ഞാൻ തുടരും, ജനങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും. രാഷ്ട്രീയ ഭാവി പറഞ്ഞാൽ രാഷ്ട്രീയം കൊണ്ട് എനിക്കൊന്നും നേടേണ്ട ആവശ്യമില്ല. ഞാൻ രാഷ്ട്രീയം കൊണ്ട് എന്തോ മന്ത്രിയാവണോ അല്ലെങ്കിൽ വേറെ വല്ലതാണ് പ്രതീക്ഷ നടക്കുന്ന ആളുമല്ല. ആരുടെ മുന്ന് ഇപ്പോഴും ഞാനൊരു സീറ്റ് വേണം എനിക്ക് എന്നുള്ളത് ആരോടും അവകാശപ്പെട്ടിട്ടില്ല. കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണം എന്നുള്ളത് മാത്രമാണ് ചാലപ്പുറത്ത് ഉണ്ടായിരുന്ന എൻ്റെ ഏക ആവശ്യം. അത് കാൻഡിഡേറ്റ് X or Y ആരായാലും കോൺഗ്രസ് മത്സരിക്കണമായിരുന്നു. താങ്കൾക്ക് സീറ്റ് കിട്ടണം എന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് അവിടെ ഉണ്ടാവണമായിരുന്നു. CMPക്ക് സീറ്റ് കൊടുത്തത് തെറ്റായി, അതിൽ പ്രതിഷേധിച്ചാണ് മത്സരിച്ചത്. അപ്പോൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ അതുകൊണ്ടുണ്ടായിട്ടുള്ളത് BJP വിജയിക്കുക എന്നതാണ്. എങ്കിൽ പോലും അതൊരു പാഠമാവും കോൺഗ്രസിന് എന്നാണോ വിചാരിക്കുന്നത്? അതിനൊരു കുറ്റബോധവും തോന്നുന്നില്ല? ഇല്ല, കുറ്റബോധമില്ല. നേതാക്കൾ പഠിക്കട്ടെ. ഇങ്ങനെ കൈവശം ഉണ്ടാകുന്ന ഇന്ന് ഇന്നെപ്പോലുള്ള ഒരാൾ വിലങ്ങുതടിയായി നിന്നിട്ടില്ലെങ്കിൽ നാളെ ഇവർ ഇതേപോലെ പല സീറ്റുകളും കച്ചവടം ചെയ്യില്ലേ? അതിനെതിരാണ് എൻ്റെ പ്രതിഷേധം.
തീർച്ചയായും എന്തായാലും രാഷ്ട്രീയ മോഹങ്ങളൊന്നും തനിക്കില്ല എന്നാണ് ചാലപ്പുറത്ത് നിന്ന് വിമതനായി മത്സരിച്ച ചാലപ്പുറം അയ്യൂബ് പറയുന്നത്. പാർട്ടിയോടുള്ള പ്രതിഷേധമായിരുന്നു. ഇനി ഈ ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ കോൺഗ്രസിൽ പ്രവർത്തിക്കാനും താൻ താല്പര്യപ്പെടുന്നില്ല എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം ടി അനീസ് അലി, മീഡിയ 1 കോഴിക്കോട്.